പായസത്തിൽ എന്തൊക്കെ തരം വെറൈറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് നമ്മുടെ സേമിയ പായസം. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി സേമിയ പായസം. അപ്പോൾ ഇന്ന് ഓണമൊക്കെ ആയിട്ട് നമുക്ക് ഏതായാലും ഒരു സിമ്പിളായിട്ടുള്ള സേമിയ പായസം ഉണ്ടാക്കാം കേട്ടോ. നല്ല തിളച്ച് വരുന്ന പാലിലേക്ക് ഏലക്ക ചതച്ചതും പഞ്ചസാരയും നമ്മുടെ സേമിയയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ നമ്മുടെ പായസം റെഡി ആയിട്ടോ. നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ട ആൾക്കാർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം പായസം കുടിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നല്ലതാ നമ്മുടെ ഓണമൊക്കെ ആയിട്ട് ഞാൻ നല്ല സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പായസം ഈ ഒരു ചൂടോട് കൂടി കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ. അപ്പം എന്നെപ്പോലെ തന്നെ അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏതായാലും